ഹായ് സ്റ്റുഡൻസ്, ഇനി നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് എൽസിഫ് ലാഡറാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിനെ തൊട്ട് മുമ്പ് നമ്മൾ നെസ്റ്റിംഗ് ഓഫ് ഈഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ പറഞ്ഞത്. നെസ്റ്റ് ഈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈഫിൻ്റെ ഉള്ളിൽ വീണ്ടും പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈഫ് എൽസ് അങ്ങനെ എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ചെയ്ത്. ഇനി നെസ്റ്റിംഗ് ഓഫ് എൽസിഫ് ലാഡറാണ്. അതായത് ഇവിടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈഫ് കൊടുത്തതിന് ശേഷം പിന്നെ ഈഫിനോട് കൂടെ വീണ്ടും ഈഫ് കൊടുക്കും. എൽസിനോട് കൂടെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ഈഫ് കൊടുക്കുക. മറ്റേത് ഈഫ് വേറെ എൽസ് വേറെ ആയിട്ടാണ് നമ്മൾ കൊടുത്തിരുന്നത്. അപ്പോൾ ഇതിൽ നോക്കിയേ, ഈഫ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, കണ്ടീഷൻ 1, അതിൽ സ്റ്റേറ്റ്മെൻറ്റ് 1, പിന്നെ എൽസ്, എന്നിട്ട് അവിടെ എന്ത് ചെയ്യും, വീണ്ടും കണ്ടീഷൻ ഈഫ് എൽസ് അല്ല എൽസ് ഈഫ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, വീണ്ടും കണ്ടീഷൻ 2 ടെസ്റ്റ് ചെയ്യും. കറക്റ്റാണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യും. ഇനി അതും എൽസ് ആണെങ്കിൽ അതിനോട് കൂടെ ഈഫ് എന്നാണ് അടുത്ത കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യും. അങ്ങനെ എത്ര പ്രാവശ്യം നമുക്ക് കൊടുക്കാം. അവസാനം നമ്മൾ എന്ത് ചെയ്യും, ഒരു എൽസ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മളിവിടെ കൊടുക്കും. അങ്ങനെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒന്നും കൂടി നമുക്ക് മനസ്സിലാവും. ഇതിൻ്റെ ഫ്ലോ ചാർട്ടാണ്. ഫസ്റ്റ് എന്ത് ചെയ്യും, കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യും. കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യുന്നതിന് ശേഷം എന്ത് ചെയ്യുക, ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് എക്സ് വർക്ക് ചെയ്തിട്ട് നേരെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിലോട്ട് പോകും. ഇനി കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ എന്ത് ചെയ്യും, അടുത്ത കണ്ടീഷൻ 2 ടെസ്റ്റ് ചെയ്യും. അത് ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 2 വർക്ക് ചെയ്യും, പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് എക്സ് പോകും, അങ്ങനെ പോകും. ഇനി കണ്ടീഷൻ 2 തെറ്റാണെങ്കിലോ ഫാൾസ് ആണെങ്കിൽ അടുത്ത കണ്ടീഷൻ, അങ്ങനെ എത്ര ആകുമ്പോൾ അവസാനം എന്തുണ്ടാവും, ഒരു ഡീഫോൾട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും അല്ലേ. എല്ലാത്തിൻ്റെ അവസാനം ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും അല്ലേ. ലാസ്റ്റ് ഒരു എൽസ് ഉണ്ടാവും അല്ലേ. സാധാരണ ഈഫ് എൽസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ ഒരു എൽസ് ഉണ്ടാവും, അത് വർക്ക് ചെയ്യും. ഇപ്പോൾ എക്സ് വർക്ക് ചെയ്യും. ഇനി ഇതിൻ്റെ എക്സാമ്പിൾ നോക്കാം. ഇതിൻ്റെ എക്സാമ്പിൾ എങ്ങനെയാണ് നമ്മൾ ഇന്നത്, ഇപ്പോൾ നമുക്ക് കുട്ടികളെ മാർക്ക് ഗ്രേഡ് കാണണം അല്ലെങ്കിൽ റിസൾട്ട് കാണണം, ഇങ്ങനത്തെയൊക്കെ സാഹചര്യം വരികയാണ്. ഇപ്പോൾ നോക്കിയേ, 80 മുതൽ 100 വരെയാണ് വെച്ചെങ്കിൽ ഹോണർ, 60 മുതൽ 79 വരെ വെച്ചെങ്കിൽ ഫസ്റ്റ് ക്ലാസ്, 50 മുതൽ 59 വരെ വെച്ചെങ്കിൽ സെക്കൻഡ് ക്ലാസ്, 40 മുതൽ 49 വരെ വെച്ചെങ്കിൽ തേർഡ് ക്ലാസ്, 0 മുതൽ 39 ആണെച്ചെങ്കിൽ ഫെയില്. അപ്പോൾ ഇങ്ങനെ എക്സാമ്പിൾ വേണം. എക്സാമ്പിൾ 2 അവിടെ നിൽക്കട്ടെ കേട്ടോ, അത് പിന്നെ നിങ്ങൾക്ക് പിന്നെ വർക്കൗട്ട് ചെയ്യാനുള്ളതാണ്, അതവിടെ നിൽക്കട്ടെ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, അപ്പോൾ ഇതിൽ നോക്കിയേ, ഫസ്റ്റത്തെ എക്സാമ്പിൾ നോക്കിയേ, 80 മുതൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കണ്ടീഷൻ കൊടുക്കുകയാണ് ഈഫ് മാർക്സ് ഗ്രേറ്റർ ദാൻ 79. ഗ്രേറ്റർ ദാൻ 79 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 79 ഉൾക്കൊടുക്കില്ല, മനസ്സിലായില്ലേ. ഗ്രേറ്റർ ദാൻ ഒരു ഈക്വലിറ്റി കൊടുത്തു കഴിഞ്ഞാൽ 79 വിടുള്ളൂ. അപ്പോൾ 79 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ക്ലാസ് ആണ്. അപ്പോൾ 79ൻ്റെ മുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, 80 അതിൻ്റെ മുകളിലും അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, ഹോണർ എന്ന് വരും. എൽസ് ഈഫ് മാർക്ക് ഗ്രേറ്റർ ദാൻ 59, 59ൻ്റെ മുകളിൽ, അതായത് 79ൻ്റെ താഴെയും 59ൻ്റെ മുകളിലാണെങ്കിൽ എന്തായി, ഫസ്റ്റ് ക്ലാസ് എന്ന് വരും. ഇനി എൽസ് ഈഫ് അതല്ല, മാർക്ക് എന്ത് ചെയ്യുക, ഗ്രേറ്റർ ദാൻ 49 ആണെങ്കിൽ എന്ത് ചെയ്യുക, 79ൻ്റെയും 49ൻ്റെ ഇടയിലായിട്ട് വരുമ്പോൾ അപ്പോൾ എന്തുണ്ടാവും, സെക്കൻഡ് ക്ലാസ് എന്ന് വരും. അടുത്തെന്ത് ചെയ്യുക, ഈഫ് മാർക്ക് ഗ്രേറ്റർ ദാൻ 39 39ൻ്റെ മുകളിലാണെങ്കിൽ എന്ത് ചെയ്യുക, തേർഡ് ക്ലാസ്. 39ൻ്റെ മുകളിൽ പറഞ്ഞു കഴിഞ്ഞാൽ 40ഉം 49ൻ്റെ ആ റേഞ്ചിൽ വരും. അപ്പോൾ എന്ത് ചെയ്യുക, തേർഡ് ക്ലാസ് എന്ന് വരും. ഇനി അതല്ലെങ്കിലോ ഫെയിൽ എന്ന് വരും, മനസ്സിലായില്ലേ. എന്നിട്ട് എന്ത് ചെയ്യുക, പെർസെൻറ്റേജ് എസ്സിൽ എന്തുണ്ടാവും, ഗ്രേഡ് എന്താണെന്നുള്ളത് അവിടെ കാണിക്കും. ഗ്രേഡ് എന്ത് ചെയ്യുക, മാർക്കാണെങ്കിൽ മാർക്ക് കാണിക്കും, ഫസ്റ്റ് ക്ലാസ് ആണെങ്കിൽ ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ് ഹോണർ, അങ്ങനെ കാണിക്കും. അപ്പോൾ അവിടെ നോക്കുക, ഫസ്റ്റ് എന്ത് ചെയ്യും, മാർക്ക് 79നോട് കമ്പയർ ചെയ്യും, അങ്ങനെയാണോ നോക്കി. അതല്ലെങ്കിൽ എൽസ് ഈഫ് അടുത്ത കണ്ടീഷൻ ടെസ്റ്റ് ചെയ്തു, അതല്ലെങ്കിൽ എൽസ് ഈഫ് അടുത്ത കണ്ടീഷൻ ടെസ്റ്റ് ചെയ്തു, എൽസ് ഈഫ് അടുത്ത കണ്ടീഷൻ, അങ്ങനെ എന്ത് ചെയ്യാം, നമുക്ക് എത്ര വരെ കണ്ടീഷൻസും. ഇതിപ്പോൾ നമ്മൾ മറ്റേ ഈഫും നെസ്റ്റഡ് ഈഫും സംഭവങ്ങളും വെച്ചിട്ട് ലാഡറൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുമോ, ഇല്ല, നമുക്ക് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ എന്ത് ചെയ്യാം, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എക്സാമ്പിൾ മനസ്സിലായില്ലേ. ഓക്കെ, അപ്പം ഇതിൽ ഇനി ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, താഴത്തെ പ്രോഗ്രാം നമുക്ക് ഇതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, താഴത്തെ പ്രോഗ്രാം പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമ്പിൾ 2 അല്ലേ, നമ്മൾ കളർ കോഡ് പഠിച്ചിട്ടില്ലായിരുന്നു. 1 2 3, 1 ആണെങ്കിൽ റെഡ്, 2 ആണെങ്കിൽ ഗ്രീന്, 3 ആണെങ്കിൽ ബ്ലൂ. അപ്പോൾ അത് നമ്മൾ പ്രോഗ്രാം എഴുതുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് നമ്മളോട് എന്ത് ചെയ്യാം, ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈഫ് ഇപ്പോൾ കളർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേരിയബിൾക്കാണ്. ഇപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ നമ്മൾ എഴുതാൻ പോവാണ് അല്ലേ, ഒരു എക്സാമ്പിൾ എഴുതാൻ പോവാണ്.
നമുക്ക് എന്ത് ചെയ്യാം, പ്രിൻ്റ് എഫ് എൻ്റർ ദി കളർ കോഡ് കൊടുത്താൽ 1 2 3 ഓപ്ഷൻ കൊടുക്കുക, അതിൽ ഏതാണെന്നില്ല എൻ്റർ ചെയ്യാൻ പറയും. അപ്പോൾ എന്ത് ചെയ്യും, ആ 1 അല്ലെങ്കിൽ 2 നമ്മൾ എടുക്കും. അപ്പോൾ എന്ത് ചെയ്യുക, കളർ എന്ന് പറഞ്ഞ വേരിയബിൾക്ക് അടുത്തിരിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും, ഈഫ് കളർ ഈക്വൽ ടു ഡബിൾ ഈക്വൽ സൈൻ നമുക്ക് കൊടുക്കാം, ഈക്വൽ ടു 1 ആണെങ്കിൽ എന്ത് ചെയ്യും, റെഡ് അല്ലേ. എൽസ് ഈഫ് കളർ ഈക്വൽ ടു 2 ആണെങ്കിൽ എന്ത് ചെയ്യുക, ഗ്രീൻ. എൽസ് ഈഫ് എന്നിട്ട് എന്ത് ചെയ്യും, കളർ ഈക്വൽ ടു 3 ആണെച്ചെങ്കിൽ എന്ത് ചെയ്യുക, ബ്ലൂ. എൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവാലിഡ് കളർ കോഡ്. മനസ്സിലായില്ലേ? അപ്പോൾ മുകളിലത്തെ പ്രോഗ്രാമിൻ്റെ അതേപോലെ എന്ത് ചെയ്യുക, ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? അതിന് എന്ത് ചെയ്യണം, പ്രോഗ്രാം എന്ത് ചെയ്യണം, നിങ്ങൾ എഴുതി നോക്കണം. മനസ്സിലായി? ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണത്, നമ്മളെ ഈ എൽസീഫ് ലാഡർ നമ്മൾ എന്ത് ചെയ്യുന്നതിൽ ഇത് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ താഴെ പറഞ്ഞ എക്സാമ്പിൾ 2 ഉണ്ടല്ലോ, അതിനെ നമുക്ക് എന്ത് ചെയ്യാം, വേറെ രൂപത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ആ 2 ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിച്ച് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇത് മറ്റേതിനേക്കാളും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓൾസോ നോൺ ആസ് മൾട്ടി വേ ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇതിന് നമ്മൾ എന്ത് ചെയ്യും, മൾട്ടി വേ ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്നും കൂടി പറയും. ഹിയർ എക്സ്പ്രഷൻ ഈസ് ആൻ ഇൻറ്റിജർ എക്സ്പ്രഷൻ ഓർ ക്യാരക്ടർ. അപ്പോൾ അവിടെ കണ്ടില്ലേ, സ്വിച്ചിൻ്റെ ഉള്ളിൽ എക്സ്പ്രഷൻ കൊടുത്തിട്ടില്ല. ആ എക്സ്പ്രഷന് ഒന്നുകിൽ ഒരു ഇൻറ്റിജർ എക്സ്പ്രഷൻ ആയിരിക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഒരു ക്യാരക്ടർ ആയിരിക്കണം. മനസ്സിലായി? ഒരു ഇൻറ്റിജർ എക്സ്പ്രഷനോ അല്ലെങ്കിൽ ഒരു സിംഗിൾ ക്യാരക്ടറോ ആയിരിക്കണം. പിന്നെ നോക്കിയേ, വാല്യൂ 1 വാല്യൂ 2. അപ്പോൾ കേസ് വാല്യൂ 1 കേസ് വാല്യൂ 2 അങ്ങനെ പോകുന്നില്ല. ആ വാല്യൂ 1 വാല്യൂ 2 ആർ കോൺസ്റ്റൻസ് ഓർ കോൺസ്റ്റൻറ്റ് എക്സ്പ്രഷൻ ആർ നോൺ ആസ് കേസ് ലാബൽ. അപ്പോൾ അതിനെന്ത് പറയാം, കേസ് ലാബൽ എന്നാണ് പറയാം. മനസ്സിലായില്ലേ? കേസ് വാല്യൂ 1 നമ്മൾ എന്ത് ചെയ്യും, കേസ് ലാബൽ എന്നാണ് പറയാം. ഈച്ച് ഓഫ് ദിസ് വാല്യൂ ഷുഡ് ബി എ യുണീക്ക് വിത്ത് എ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ കേസ് വാല്യൂ യുണീക്ക് ആയിരിക്കും. അപ്പോൾ കേസ് വാല്യൂ 1ൻ്റെ അവിടെ ഒന്ന് കൊടുത്തു, കേസ് വാല്യൂ 2ൻ്റെ അവിടെ ഒന്ന് കൊടുത്തു, രണ്ടും സെയിം ആവില്ല, ഒക്കെ യുണീക്ക് ആയിരിക്കും. അന്ന് തന്നെ അതിലെന്ത് ചെയ്യും, റിപ്പീറ്റേഷൻ ഉണ്ടാവില്ല, അത് യുണീക്ക് ആയിരിക്കും. ബ്ലോക്ക് 1 ബ്ലോക്ക് 2 എക്സെട്ര ആർ സ്റ്റേറ്റ്മെൻറ്റ്സ് ലിസ്റ്റ് മേ ബി കണ്ടെയ്ൻ 0 ഓർ മോർ സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ ബ്ലോക്ക് 1 ബ്ലോക്ക് 2 ബ്ലോക്ക് 3 എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ ഒന്നും സംഭവമില്ലേ, അതൊക്കെ എന്ത് ചെയ്യും, ഒന്നുകിൽ ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ്സോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ലൈൻസൊക്കെ ഉണ്ടാവും. സിംഗിൾ ലൈനോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ സ്റ്റേറ്റ്മെൻറ്റ്സ് അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, ദെയർ ആർ നോ നീഡ് ടു പുട്ട് ബ്രേസ് അറൗണ്ട് ദിസ് ബ്രാക്കറ്റ്സ്. അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യില്ല, ബ്ലോക്സ്. അപ്പോൾ എന്ത് ചെയ്യില്ല, കേസ് വാല്യൂ 1 കഴിഞ്ഞതിന് ശേഷം ഒന്നിലധികം ലൈൻസ് ഉണ്ടെന്ന് വിചാരിച്ച് അവിടെ നമ്മൾ ഈഫിലൊക്കെ കൊടുക്കുന്ന പോലെ ബ്രേസ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ കേസ് വാല്യൂ 1 എന്ന് പറഞ്ഞിട്ട് ബ്ലോക്ക് 1 അതിൻ്റെ താഴെ 1-2 ലൈൻസ് ഉണ്ട് ഒക്കെ വരികയാണെന്നുവെച്ചെങ്കിൽ അവിടെ ബ്രേസ് കൊടുക്കണം. ബ്രേസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നോട്ട് കേസ് ലാബൽ എൻഡ് ദ സെമിക്കോളൻ. ഓക്കെ, നോട്ട് ദാറ്റ് കേസ് ലാബൽ എൻഡ് വിത്ത് കോളൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കേസ് വാല്യൂ 1 കഴിഞ്ഞതിന് ശേഷം അവിടെ എന്ത് ചെയ്യണം, കോളനാണ് കൊടുക്കേണ്ടത്, സെമിക്കോളൻ അല്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ എന്താണ് കണ്ടോ, കേസ് വാല്യൂ 1 കഴിഞ്ഞതിന് ശേഷം അവിടെ എന്ത് ചെയ്യുക, കോളനാണ് കൊടുത്തിരിക്കുന്നത്, സെമിക്കോളൻ അല്ല. അതെന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കണം. സെമിക്കോളൻ കൊടുക്കരുത്, അവിടെ കോളനാണ് കൊടുക്കുന്നത്. പിന്നെ എന്താ കൊടുക്കുന്നത്, ദ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ദ എൻഡ് ഓഫ് ദി പെർട്ടിക്കുലർ കേസ്. ഓരോ കേസിൻ്റെ അവസാനം എന്തുണ്ടാവും, ഒരു ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും. അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ എക്സ്പ്രഷൻ ടെസ്റ്റ് ചെയ്തു, കേസ് വാല്യൂ 1 ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് വെച്ചെങ്കിൽ അതിൻ്റെ താഴെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ വർക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യണം, ബ്രേക്ക് ചെയ്ത് പോകണം. അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് ഈ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദ ഡീഫാൾട്ട് ഈസ് ആൻ ഓപ്ഷണൽ പാർട്ട്. ഇഫ് present it will be executed if the value of the expression does not match with any of the case value. അപ്പോൾ ഇതിൻ്റെ താഴെ നമ്മൾ എന്തുണ്ട്, ഈ ഡീഫാൾട്ട് എന്ന് പറഞ്ഞ ഭാഗം കൊടുത്തിട്ടുണ്ട്. ഈ ഡീഫാൾട്ട് എന്നുള്ളത് ഓപ്ഷണൽ പാർട്ടാണ്, അത് നിർബന്ധമൊന്നുമില്ല. പക്ഷെ അത് അവിടെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മുകളിൽ കൊടുക്കുന്ന കേസ് വാല്യൂ 1 കേസ് വാല്യൂ 2 ഒക്കെ ഇല്ലേ, അതിലേത് കേസും വർക്ക് ചെയ്തില്ല വെച്ചെങ്കിൽ വർക്ക് ചെയ്യേണ്ട ഭാഗമാണ് ഈ ഡീഫാൾട്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആ കളർ കോഡിൽ കണ്ടില്ലേ, 1 2 3 ഒന്നല്ലെങ്കിൽ എന്താണ്, ഇൻവാലിഡ് കളർ കോഡ് ഇതിലൊരു ഓപ്ഷൻ വരാൻ വേണ്ടിയിട്ടാണ്. യൂസർ എൻ്റർ ചെയ്ത ചോയ്സിനൊന്നല്ല, നമ്മൾ വിചാരിച്ച ചോയ്സ് എന്നല്ല യൂസർ എൻ്റർ ചെയ്ത് വെച്ചെങ്കിൽ ഇൻവാലിഡ് ഇതിൽ വരാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ആ കളർ കോഡിൻ്റെ എക്സാമ്പിൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കിയേ
കണ്ടോ കളർ കോഡ് 1 റെഡ് 2 ഗ്രീന് 3 ബ്ലൂ അതേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻവാലിഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ നോക്കിയേ ഇൻറ്റ് സി ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു സി പ്രിൻ്റ് ഓഫ് 1 അല്ലേ, അത് വെറുതെ യൂസർക്ക് അവിടെ വരാൻ വേണ്ടി 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡാണ് /n അടുത്ത ലൈനിൽ വരും കണ്ടോ. അപ്പോൾ ഔട്ട്പുട്ടിൽ നോക്കിയേ 1 റെഡ് എന്ന് കൊടുത്തു, അടുത്ത ലൈനിലാണ് 2 ഗ്രീൻ, അടുത്ത ലൈനിൽ വരാൻ വേണ്ടിയിട്ടാണ് ആ /n അവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ അടുത്ത ലൈനിൽ വരാൻ വേണ്ടിയിട്ട് 3 ബ്ലൂ എന്ന് കൊടുത്തു. അപ്പോൾ അങ്ങനെ വന്നു. എന്നിട്ട് എൻ്റർ യുവർ ചോയ്സ് എന്ത് ചെയ്തു 1 2 3 ഈ 3 ചോയ്സിൽ ഏതെങ്കിലും ഒന്ന് എടുക്കാനാണ് അല്ലേ, %d @c. അപ്പോൾ അവിടെ എൻ്റർ ചെയ്യുന്ന ചോയ്സ് ഏതാച്ചെങ്കിൽ 3 ചോയ്സിൽ ഏതാച്ചെങ്കിൽ അത് എടുക്കും. അപ്പോൾ എന്ത് ചെയ്യുക, അയാൾ 1 ആണ് 2 ആണ് എൻ്റർ ചെയ്തതെന്ന് പറഞ്ഞോളി. അപ്പോൾ എന്ത് ചെയ്യും, സിയിൽ 2 ഉണ്ടാവും, കേസ് 1 അല്ലേ, 1 ആയിട്ട് കമ്പയർ ചെയ്യും. സീത്തെ വാല്യൂ 1 ആണോ നോക്കി, അല്ല. കേസ് 2 ആണോ നോക്കി, 2 ആണ്. 2 ആണെങ്കിൽ എന്ത് ചെയ്യും, പ്രിൻ്റ് ഓഫ് ഗ്രീൻ എന്നില്ല അവിടെ പ്രിൻറ്റ് ചെയ്യും, ബ്രേക്ക് പ്രോഗ്രാം അവിടുന്ന് ബ്രേക്ക് ചെയ്യും. ഇനി അയാൾ 3 ആണ് എൻ്റർ ചെയ്തതെന്ന് വിചാരിച്ചോളി, 1 ആണോ അല്ല, 2 ആണോ അല്ല, 3. അപ്പോൾ അത് വർക്ക് ചെയ്യും. ഇനി ഇതൊന്നല്ല 4 ആണ് എൻ്റർ ചെയ്ത് വെച്ചെങ്കിൽ കേസ് വാല്യൂ ഒക്കെ ടെക്സ്റ്റ് ചെയ്യും, അല്ല. എന്നിട്ട് എന്ത് ചെയ്യുമ്പോൾ ഡിഫോൾട്ട് വരും, ഇൻവാലിഡ് ചോയ്സ് എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ ഇതെന്ത് ചെയ്യണം, ഈ കളർ കോഡിൻ്റെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈഫിൻ്റെ ഈഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്സിൽ ആ രൂപത്തിലോട്ട് എന്ത് ചെയ്യണം നിങ്ങൾ എഴുതണം. എന്നിട്ട് എന്ത് ചെയ്യുക, ഈഫ് എൽസിനുള്ള ആ സംഭവത്തിന് എന്ത് ചെയ്യും, ലാഡറിന് നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്വിച്ചൊക്കെ ഒരേ പ്രോഗ്രാം രണ്ടൊക്കെ എങ്ങനെ ചേഞ്ച് ചെയ്യണമെന്നില്ല മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എക്സാമ്പിൾ പറഞ്ഞ് ഞാൻ വെച്ച് പോയിരിക്കുന്നത്. ഓക്കെ അല്ലേ, അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അല്ലേ. ഇനി അടുത്ത അതിൻ്റെ കുറച്ച് റൂൾസ് പറയാനുണ്ട്, ഇതും കൂടി പറഞ്ഞിട്ട് നമുക്ക് റൂൾസ് ഓഫ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ്. ദ സ്വിച്ച് എക്സ്പ്രഷൻ മസ്റ്റ് ബി എൻ ഇൻറ്റഗ്രൽ ടൈപ്പ്. കേസ് ലേബൽ മസ്റ്റ് ബി കോൺസ്റ്റൻറ്റ് ഓർ കോൺസ്റ്റൻറ്റ് എക്സ്പ്രഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് കേസ് ലേബൽ ഒന്നുകിൽ കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് എക്സ്പ്രഷൻ ആയിരിക്കണം. കേസ് ലേബൽ മസ്റ്റ് ബി യുണീക്ക്, നോ 2 ലേബൽ ക്യാൻ ബി സെയിം വാല്യൂ. ഇതൊക്കെ നമ്മളവിടെ പറഞ്ഞാൽ കേസ് ലേബൽ ഒരിക്കലും എന്ത് ചെയ്യേണ്ടത്, റിപ്പീറ്റഡ് അവിടെ ഉണ്ടാവാൻ പാടില്ല എന്ന്. അതേപോലെ തന്നെ കേസ് ലേബൽ മസ്റ്റ് എൻഡ് വിത്ത് കോളത്തിൽ എന്ത് ചെയ്യണം, എൻറ്റർ ചെയ്യണം. ദ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ട്രാൻസ്ഫർ ദ കൺട്രോൾ ഔട്ട് ഓഫ് ദ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. അതിൽ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ആ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് കൺട്രോൾ ബ്രേക്ക് ചെയ്ത് പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ദ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓപ്ഷണൽ, ദാറ്റ് ഈസ് 2 or more കേസ് ലേബൽ മേ ബിഗിൻ ദ സെയിം സ്റ്റേറ്റ്മെൻറ്റ്സ്. അങ്ങനെയും വരാൻ സാധ്യതകളുണ്ട് അല്ലേ, ഓപ്ഷണലായിട്ട്. ദാറ്റ് ഈസ് 2 or more കേസ് ലേബൽ മേ ബിലോങ് ടു ദ സെയിം സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ഒക്കെ വരാറുണ്ട്. ഓക്കെ, ദ ഡീഫോൾട്ട് ലേബൽ ഓപ്ഷൻസ്. ഡീഫോൾട്ട് എന്ന് പറഞ്ഞ കേസ് ഭാഗം എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ഓപ്ഷണലാണ്, അത് കൊടുക്കണം നമുക്ക് എന്തില്ല, നിർബന്ധമില്ല. ഓക്കെ, അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ മുകളിലെ എല്ലാ കേസ് ലേബൽസും ടെസ്റ്റ് ചെയ്തിട്ട് അതൊന്നും അല്ലെങ്കിൽ എന്ത് ചെയ്യുക, വർക്ക് ചെയ്യാനുള്ള സംഭവങ്ങളാണ്. ഓക്കെ, പിന്നെ അതേപോലെ ക്യാൻ ബി അറ്റ് മോസ്റ്റ് 1 ഡിഫോൾട്ട് ലേബൽ അല്ലേ. അതേപോലെ തന്നെ ദ ഡിഫോൾട്ട് മേ ബി പ്ലേസ് എനിവർ ബട്ട് യൂഷ്വലി പ്ലേസ്ഡ്. അപ്പോൾ ഈ ഡിഫോൾട്ട് എന്നുള്ള ഭാഗം ഉണ്ടല്ലോ, എവിടെ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. നോർമൽ കേസിൽ നമ്മൾ ലാസ്റ്റിലാണ് നമ്മൾ കൊടുക്കാറ്. ഓക്കെ, ഇറ്റ് ഈസ് പെർമിറ്റഡ് ടു നെക്സ്റ്റ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. അതായത് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് യൂസ് ചെയ്യാം. കേസിൻ്റെ ഉള്ളിലേ കേസ് 1 എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, ആ കേസ് 1നെ പിന്നെയും കാറ്റഗറൈസ് ചെയ്യുകയാണ്. കേസ് 1 എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഭാഗത്തിൻ്റെ പിന്നെയും നമ്മൾ കാറ്റഗറൈസ് ചെയ്യുക. അവിടെ വേണമെങ്കിൽ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് റൂൾസ് ഓഫ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓക്കെ, ഇനി കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ് ഒക്കെയാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. ഓക്കെ.